നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ പിള്ളേ, ഇങ്ങോട്ട് വാടോ. കേറ്. വിഷ്ണു, സത്യഭാമയുടെ പേരും പണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ജീപ്പും സത്യഭാമയുടെ പണം കൊണ്ട് വാങ്ങിച്ചതാ. ഭാമേ, ഇറങ്ങ. ഓർത്തില്ല. ഈ വിഷ്ണുവേട്ടൻ എന്തായി കാണിക്കുന്നത്? ശാലിനി ഇറക്കി വിട്ടിട്ട് വിഷ്ണുവേട്ടൻ ഇവിടെ നിന്നാ പോരെ? ജീപ്പ് മാത്രമല്ല, ഇതും സത്യഭാമയുടെ പണം തന്നെയാ. ജീപ്പും മാലയും മാത്രല്ലടാ, നീ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്ന ഈ പെണ്ണില്ലേ, അതും സത്യഭാമയുടെ പണം കൊണ്ട് സമ്പാദിച്ചത് തന്നെയാ. ഇട്ട് മൂടാനുള്ള പണം ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ആർക്ക് വേണമായിരുന്നടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി എങ്ങോട്ടാ? അതൊരു കുഴക്കുന്ന ചോദ്യാ. ഒരു മറുപടി ഇപ്പൊ എന്തായാലും പറയാനും പറ്റില്ല. എന്തായാലും സത്യഭാമയുടെ ലേബൽ ഉപയോഗിക്കാത്ത ഒരിടത്തേക്കെന്ന് മാത്രം. ആ എടോ, എന്റെ ഫോണൊന്നും എവിടെ? ബാഗില. ആ ആശാനെ, എടാ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനിവിടെ സിറ്റി തന്നെ ഉണ്ട് ആശാനെ. ആ എടാ, ഒന്ന് കാണാൻ പറ്റുമോ? അതെന്താ ആശാനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എപ്പോ എവിടെ വെച്ചാൽ ആശാനൊരു വാക്ക് പറഞ്ഞാ മതി. എടാ അതല്ല, എന്റെ കയ്യിൽ ഇപ്പൊ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാ ആശാൻ എവിടെയാണെന്ന് പറ, ഞാൻ എന്താ അപ്പൊ അവിടെ എത്തി. ഞാന് മാർക്കറ്റ് ജംഗ്ഷനിലേക്കുള്ള വഴിയില്ല, അമ്പലത്തിനടുത്തായിട്ട്. ആ എന്നാ ഓക്കെ ആശാനെ, ഞാൻ വരാം. നീ വാ.
സത്യഭാമയുടെ മകനെന്ന പരിഗണനയിൽ സ്നേഹം നിന്നിട്ടുള്ള ആളല്ല കമലൻ. ഞാൻ തന്നോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോഴിക്കറിയുടെ കഥയല്ലേ? പോവാം പോവാം പറു. അയ്യോ, എന്തുപറ്റി? ഡോ എന്താ? ചെരുപ്പ് പൊട്ടിയല്ലോ വിഷ്ണുട്ടാ. ഏ? അയ്യോ, മോളെന്ന് പിടിച്ചേ. ആ വാടാ. വാ 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 വാ. ആ പിടിക്കേ. അല്ല, താനെന്തേ കാണിക്കുന്നത്? അതൊക്കെ ഉണ്ട്. ഇയാൾക്ക് ഇങ്ങനത്തെ റിപ്പയറിംഗ് ഒക്കെ അറിയോ? ആ, പാവപ്പെട്ട വീട്ടിൽ ജനിച്ച അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒരു സേഫ്റ്റി പിന്നും ഉണ്ട്. പുതിയൊരു ചെരുപ്പ് വാങ്ങുന്ന കാശ് ലാഭിക്കാം. ചെറിയ സൂത്രപ്പണികളൊക്കെ കൈവശം ഉണ്ടെങ്കില് കമ്പി പൊട്ടിയ കൂടെ ഒരു 3-4 വർഷം ഉപയോഗിക്കാം. ഒരു ഇലാസ്റ്റിക് റിബൺ കൊണ്ട് സ്കൂൾ ബാഗ് വാങ്ങാതെ അഴിക്കാം. അയ്യോ, ഇനി എന്താ? വീണ്ടും പൊട്ടി. ശ്ശെ. എടോ, അത് സേഫ്റ്റി പിന്നുണ്ടോ നിൽക്കും തോന്നുന്നില്ല. ശരിയാ. ഇനിയിപ്പം എന്താ ചെയ്യാ? ഇനി ഇത് കളഞ്ഞേക്കല്ലേ? ബാധ്യതകൾ ഉപേക്ഷിച്ചുള്ള യാത്രയില് പൊട്ടിയ ചെരുപ്പ് ഒരു ഭാരമാവണ്ട. സത്യഭാമയെ സംബന്ധിച്ചേ ഇതാപ്പ വിഷ്ണു. ഉപയോഗം കഴിഞ്ഞ് തേഞ്ഞ് വാറും പൊട്ടി ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരു ഭാരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇന്നിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നാളെ നിന്റെ മേലും അവൾ അധികാരം സ്ഥാപിക്കാൻ വരും. വർക്ക് സൈറ്റിൽ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിന്റെ പേരില നിന്നോട് അവള് കൽപ്പനയുമായിട്ട് വന്നത്. ഇനി ഞാനിവിടെ നിന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ശ്രീദേവിയുടെ അവസ്ഥ അറിഞ്ഞ് സങ്കടം കൊണ്ട് അമ്മു പറഞ്ഞു പോയതാ. അതിന് വലിയ ചിത്രയ്ക്ക് കടത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരെയും അമ്മു മയക്കി എടുത്തിട്ടില്ല. ആളെ മയക്കാൻ അവൾക്ക് അറിയത്തുമില്ല. മുറ്റത്തെ മുല്ലയുടെ മണം ആരും അറിയാറില്ലല്ലോ. കണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവളെ പിന്തുണയ്ക്കാൻ ഈ വീട്ടിൽ ആൾക്കാരുണ്ട്. സഞ്ജുവിനോട് ബലിയിടാൻ പറയാൻ അവൾ ആരാടി? അവന്റെ ഭാര്യയോ? അവളെ ഭാര്യയായി കിട്ടാൻ പുണ്യം ചെയ്യണം. ഓഹോ, എങ്കിൽ ആ പുണ്യം ചെയ്തവൻ എവിടെ? താലി കെട്ടിയ ഉടൻ അവൻ കൈ ഒഴിഞ്ഞത് അവളുടെ മഹത്വം കൊണ്ടായിരിക്കും. അത് അവൻ അവളെ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ട്. ദിനേശ് ഏട്ടൻ ഇനിയൊരു അക്ഷരം മിണ്ടരുത്. കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഈ ദിവസം അമ്മ റൂമിൽ തന്നെയാ കഴിച്ചുകൂട്ടിയത്. അമ്മ ആഗ്രഹിക്കുന്നതോ അതാ. ഇന്നും അമ്മയുടെ ലോകത്ത് വിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാവേരി അപ്പച്ച അസുഖത്തെപ്പറ്റി പറഞ്ഞല്ലോ. അന്നും അമ്മയ്ക്ക് ഇപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കടുത്ത രോഗബാധ ഉണ്ടായിരുന്നു. അതിന്റെ പേര് പറഞ്ഞ് ആരും അമ്മയെ പുറത്തിറക്കാൻ നോക്കണ്ട. ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല.
അച്ഛന്റെ ഓർമ്മ ദിവസം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന തോന്നൽ ആർക്കും വേണ്ട. നിങ്ങളൊക്കെ ആത്മശാന്തിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. പിണ്ടച്ചോറ് കാക്കയ്ക്കും പട്ടിക്കും കഴിക്കാൻ കൊടുക്കുന്നതിനേക്കാൾ മഹത്തരവാ വിശക്കുന്നവന് 3 നേരം ഭക്ഷണം കൊടുക്കുന്നത്. അതിന്റെ കൂടെ ധരിക്കാൻ പുത്തൻ കോടിയും ഞാൻ നൽകുന്നുണ്ട്. അച്ഛന്റെ ആത്മശാന്തിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്റെ വിശ്വാസം അതാ. വിശ്വാസമില്ലാതെ ചെയ്യുന്നതെന്തും അഭിനയം മാത്രമാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. എന്നെ തിരുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ദിവസം അമ്മ പുറത്തു വരണം. ഈ വിഷയം ഇന്നെന്നല്ല, ഇനി ഒരിക്കലും ആരും ഇവിടെ ചർച്ച ചെയ്യരുത്. വരൂ. കേട്ടല്ലോ മോൻ പറഞ്ഞത്. ആത്മശാന്തിക്ക് വെച്ച് പിടിച്ചോ അനാഥാലയത്തിലേക്ക്. നിങ്ങൾ അർഹിക്കുന്നത് അത് തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വിളിച്ച അമ്മ വാതിൽ തുറക്കുന്ന ഞാൻ കരുതി പോയി ചേച്ചി. എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ ആരുമല്ലെന്ന്. അവക്ക് അർഹിച്ചത് കിട്ടി. ഇനി അമ്മയുടെയും മകളുടെയും നാടകം കാണണ്ടല്ലോ. മോളെ, ഈ ദിവസം സഞ്ജു വിളിച്ചാൽ പോലും ശ്രീദേവി വാതിൽ തുറക്കില്ല. എന്തിനാ നീ അതിന് ശ്രമിച്ചത്? ശ്രീകുട്ടി, നീ ഇവിടെ റൂമിലേക്ക് കൊണ്ടുപോകും. ശ്രീദേവിയുടെ മുറിക്ക് മുന്നിൽ ആരും നിൽക്കണ്ട. മുത്തശ്ശൻ പൊയ്ക്കോ, ഞാൻ അമ്മൂനെ നോക്കിക്കോളാം. ചേച്ചി എല്ലാരും പോയേ. ആ, ചേച്ചി നീ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ശ്രീദേവിയെ പുറത്തു കൊണ്ടുവരാനെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിന്റെ പിന്നിൽ നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. സഞ്ജുവിനെ കൊണ്ട് അവന്റെ അച്ഛന്റെ ബലി നടത്തണം. സഞ്ജുന്റെ അമ്മ പുറത്തു വന്നു വെച്ച് സഞ്ജു ബലിയിടുന്ന ഇളയമ്മയോട് ആരാ പറഞ്ഞത്? ഇവള് വിളിച്ചു പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അമ്മ പുറത്തു വന്നാൽ അമ്മയുടെ മോൻ അച്ഛന് ബലിയിടുമെന്ന്. അതെ, നിന്നെക്കാൾ ബുദ്ധി ഇവൾക്കുണ്ട്. ബലി മുടങ്ങിയതിന്റെ അന്ന് തുടങ്ങിയതാ ഓരോ ആണ്ടും ഈ ദിവസം ശ്രീദേവിയുടെ മുറി അടച്ചുള്ള ഈ ഇരിപ്പ്. അതാ അമ്മ ആഗ്രഹിക്കുന്നതെന്ന് അവനും കരുതി. നിന്റെ കളിയൊന്നും ഇവിടെ വില പോയില്ലടി. ശ്രീദേവി നിനക്ക് ഒരു പരിഗണനയും തന്നിട്ടില്ലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഇനി എങ്ങനെ നീ ഈ വീട്ടിൽ നിൽക്കുമെന്നുള്ള കാര്യമേ എനിക്കറിയാനുള്ളൂ. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മു. സഞ്ജുവിനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനു തലവെക്കാൻ പോയി? നിന്നോടുണ്ടായിരുന്ന എല്ലാ സ്നേഹവും സഞ്ജുവിന്റെ മനസ്സിൽ നിന്ന് പോയി. കവിതയുടെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും അടിക്കാൻ ഒരു വടി നീ തന്നെ കൊടുത്തു. ഒന്നും വേണ്ടായിരുന്നു മോളെ. എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി. നെഞ്ചു പൊട്ടി കരഞ്ഞു വിളിച്ചിട്ടും അമ്മ വാതില് തുറന്നില്ല. അമ്മയുടെ മകൻ പറഞ്ഞതുപോലെ ഈ ദിവസം അദ്ദേഹത്തിന്റെ അമ്മയെ ഞാൻ ശല്യപ്പെടുത്തി. എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി.
ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് പിടിച്ച്. നീ പോയി കുത്ത. ഞാനോ? വേണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? എന്നാ പിടിക്ക. പിടിക്ക. പോയി കുത്തിക്കേ. വാ വാ കുത്ത. സാറ് കുത്തിയാ മതി. നിന്റെ പേടിയെ ഞാനൊന്ന് മാറ്റിത്തരാം. പിടിക്കാൻ. കുത്തിക്കേ. കറണ്ട് വന്നല്ലോ. നീ വേഗം ന്യൂസ് ഇട്ടേ. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ടോ, നീയാ ഇപ്പൊ കറണ്ട് ശരിയാക്കിയത്. പോവാം. വയറിങ്ങെടുക്ക. മലയാള സിനിമ 2018 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയെ തെരഞ്ഞെടുത്തു. പ്രശസ്ത സംവിധായകൻ ഗിരീഷ് കാസർവള്ളി അധ്യക്ഷനായ ഭൂമിയിലുള്ള ആകെ 800 കോടിയിൽ 200-ലധികം കോടി ആൾക്കാർ ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനത്രത്തോളം ഒക്കെ അറ്റൻഡൻസ് വരും. പക്ഷെ ആഗോള ഇവിടെ ഈ കോലത്തിൽ ആരെങ്കിലും കണ്ടാ തീർന്നു. ഇടി ഒന്ന് നേരെ നിൽക്കേ. ഒന്ന് അടങ്ങി നിൽക്കേ. മിണ്ടല്ലേ. എന്റെ ചേച്ചി ചേച്ചി ഇവളെ ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടായിരുന്നു. അയ്യോ, കള്ളിന്റെ മണം പോലെ അറിയാത്തവരുടെ മുമ്പിലേക്കാ അടിച്ച് കോൺതെറ്റ് ഇവള് കയറി വന്നത്. ഭാഗ്യത്തിന് മിണ്ടരുത്. ഭാഗ്യത്തിന് ഞാൻ കണ്ടു. ഇല്ലായിരുന്നെങ്കിലോ ഇവിടെ ഞാൻ എന്താടാ ചെയ്യുക? ഓ ചേച്ചി, ആ ഷവറിന്റെ കീഴിലാണ് കുറച്ചേരം കൊണ്ടുപോയി ഇരുത്ത്. നല്ല പൊളിച്ച മോരുണ്ടെങ്കിൽ അതുകൂടെ കുറച്ചെടുത്ത് അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്ക്. മിണ്ടാതെ നിക്ക്. എന്തൊരു കഷ്ടം ഇത്. ജാസ്മിൻ, എന്തോ ഇത്? ആന്റി, എനിക്ക് അവളെ തള്ളണം. ആ പാർവതി എനിക്ക് തള്ളണം. അവളെ എന്നെ തല്ലി. എനിക്ക് അവളെ തിരിച്ച് തള്ളണം. വരാനാ പറഞ്ഞത്. രാത്രി അറിയില്ല. ചിലപ്പോ തന്നെ, അതായത് കയറ്റി ഇറക്കുമതികളൊക്കെ ധാരാളമായിട്ട് നടക്കും. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു ചാനലിലും ആ ന്യൂസ് ഇല്ലല്ലോ. അവള് റൂമിലുണ്ടെന്നല്ലേ പ്രഭാവതി പറഞ്ഞത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും. എനിക്കും പാർവതിക്കും ഒരുപോലെ തെറ്റുപറ്റുമോ? വീണ്ടും ചൂടുപിടിക്കുകയാണ്. അവളെ എന്നെ തല്ലിട്ടെ എല്ലാവരോടും ഞാൻ മാപ്പ് പറയണത്. ആ കിളവി പറഞ്ഞില്ലേ? ആ വിഷമത്തിലാ ഞാൻ കുടിച്ചത്. സത്യം. അയ്യോ, എനിക്ക് അവളെ തല്ലണം ആന്റി. എനിക്ക് ആ പാർവതിയെ തല്ലണം. ഇപ്പൊ തന്നെ പോണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിൻ, 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 ജാസ്മിൻ കുളിക്കാണ്. അതിന് അമ്മ എന്തിനാ ബാത്റൂമിൽ കയറിയേ? അമ്മയാണോ അവളെ കുളിപ്പിക്കുന്നേ? കൊച്ചുകുട്ടിയാണോ അതിനവള്? അല്ല,
ഏതോ ഒരു ഓയില് എന്റെ കയ്യിൽ തന്നിട്ടേ അതൊന്ന് തലയിൽ തേച്ച് കൊടുക്കാൻ പറഞ്ഞു. അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. വെള്ളമില്ലല്ലോ. എനിക്കിപ്പോ കുളിക്കണ്ട, എനിക്ക് അവളെ തല്ലണം. ഞാനിപ്പൊ തല്ലും അവളെ. ഞാനേ നിന്നോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. നിക്കവിടെ അവിടെ നിക്കാനാ പറഞ്ഞത്. കഷ്ടമായത്. എനിക്ക് അവളെ തല്ലണം. ഒന്നും മിണ്ടാതെ നിക്കണേ. അടങ്ങി നിക്കാനാ പറഞ്ഞത്. വ്യോമസേനാ ദിനത്തിൽ വിടവാങ്ങൽ അഭ്യാസം അമ്മേ, ജാസ്മിന്റെ ബാത്റൂമിലാ. ജാസ്മിന്റെ തലയിൽ ഓയിൽ പുരട്ടി കൊടുക്കണമെന്നാ പറഞ്ഞത്. പക്ഷേ അതെനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. എന്തോ കള്ളക്കളി ഉണ്ട്. വാ. എവിടെ? ബാത്റൂമില്. ജാസ്മിൻ ഈ റൂമിലുണ്ടെന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? എവിടെ? ഓയില് തേച്ച് കുളിച്ചിട്ടിറങ്ങി വരുന്ന അവളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്താ എന്താ എല്ലാരും ഇവിടെ? മോളെ, നീ അത്താഴം കഴിച്ചില്ലല്ലോ, പോയി കഴിച്ചോ. ഞാനിപ്പോ വരാം. കള്ളു കുടിച്ച് സ്വബോധമില്ലാതെ പോലീസിന്റെ മെക്കിട്ട് കയറുന്ന ജാസ്മിനാണ് ആ പോയത്. ഇതേ എന്റെ മോനാ. കള്ളു കുടിക്കുകയും വഷളത്തരം കാണിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ എന്റെ മോന് വേണ്ടി കണ്ടുപിടിക്കോ? ബ്രോ, എന്തോ മറിമായം നടന്നിട്ടുണ്ട് ഉറപ്പാ. ഞങ്ങൾ ന്യൂസിൽ കണ്ടത് ജാസ്മിനെ തന്നെയാ. വാ പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് വന്നിട്ടുണ്ട്. എന്താ ശ്യാമ അവിടെ നിൽക്കുന്നത്? വാ വാ. നീ വല്ലാതെ വേർതിരിക്കുന്നല്ലോ. വെള്ളം വല്ലതും കുടിക്കണോ? വേണ്ട ശ്യാമേ, നാരങ്ങ വെള്ളം എടുക്കട്ടെടി. വേണ്ട. വാ, പറയട്ടെ, അകത്തേക്ക് വാ. വാ വാ ശ്യാമേ, ഇരിക്ക്. ഇരിക്ക്. ശ്യാമേ, ഇതുവരെ നമ്മൾ നടത്തിയ പ്രോഗ്രാം പോലെയോ റെക്കോർഡിംഗ് പോലെയോ അല്ല ഇത്. ഇതിത്തിരി റിസ്ക് പിടിച്ച സംഗതിയെ. എന്നുവെച്ചാ ശ്യാമേ, ഇത് കോടികൾ മുടക്കി പിടിക്കുന്ന ഒരു മലയാള സിനിമയിലെ പാട്ടുകളാ. ഏയ്, കോടികളെന്നൊക്കെ ആ നിർമ്മാതാവ് വെറുതെ തള്ളുന്നതാ. പടം മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് മാത്രം അറിയും. ആ, അതൊക്കെ അവരുടെ കാര്യം. അതെങ്ങനെയും ആവട്ടെ, നമുക്കെന്താ അല്ലേ? പക്ഷേ റിസ്ക്കുള്ള റെക്കോർഡിങ്ങാ. കരിയർ വെച്ചുള്ള കളിയേ. ബമ്പൻ സെറ്റപ്പ് ഒക്കെ തന്നെയേ. സാധാരണ നമ്മൾ പാടുമ്പോഴുള്ള രീതികളൊന്നും അല്ലാന്നേ ഉള്ളൂ. അതുമല്ല, സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഒക്കെ സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എനിക്കെങ്ങനെ പാടാൻ പറ്റും?
നീ ധൈര്യത്തോടെ നിന്ന് തന്നേച്ചാ മതി. കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്തോളാം. ദൈവമേ, കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. നീ ഒന്നും പേടിക്കണ്ട. പല്ലവി എന്ന വലിയ സ്റ്റുഡിയോയില്, അതും മ്യൂസിക് ഡയറക്ടർ തന്നെ. അയ്യോ ദൈവമേ, അവിടുത്തെ റെക്കോർഡിസ്റ്റിനെയും മറ്റും ഞാൻ കാശ് കൊടുത്ത് കയ്യിലെടുക്കും. കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ആ സ്റ്റുഡിയോ വേണമെങ്കിലും വിലക്കെടുക്കും. അല്ല പിന്നെ. ദേ നോക്ക്, നീ ഇതൊന്നും അറിയണ്ട. ദേ, നീ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അങ്ങോട്ട് വന്നേച്ചാ മാത്രം മതി. അതെ, ഇത്രയും കാര്യം മുഖത്ത് നോക്കി പറയാനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇനി നീ പോയിക്കോ. ആ പിന്നെ ദേ, നിന്റെ കൃഷ്ണനോട് പ്രത്യേകം നീ ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഇതൊന്നും നടക്കില്ല. മമ്മി, ഇതൊക്കെ നടക്കുമല്ലോ അല്ലേ? നടക്കും. ഇല്ലെങ്കിൽ ഞാൻ നടത്തും. ഈ അരുന്ധതിയെ അവക്കറിയില്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാണ് സ്റ്റുഡിയോയുടെ ഫോട്ടോകൾ. ഈ റൂമിലായിരിക്കും നീ നിൽക്കേണ്ടത്. ഇവിടെ നീ നിന്നാൽ ഒരു മനുഷ്യജീവി പോലും കാണില്ല. എങ്കിലും നിർബന്ധമായിട്ട് നീ പർദ്ദ ധരിച്ചിരിക്കണം. എന്റെ ഭഗവാനെ, എന്റെ കൃഷ്ണ, എനിക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നുന്നു. ആദ്യമായിട്ടാ എനിക്കിങ്ങനെ പേടി തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. എന്നത്തേതും പോലെ ഈ കാര്യത്തിൽ നീ എന്നെ കാത്തോളണേ കൃഷ്ണ. സാറേ, കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ താൻ ഇത് എവിടെ നടക്കുവാടോ? എന്താണോ മിണ്ടാത്തത്? എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൈപ്പറ്റിയിട്ട് താനെന്തുവാ മുങ്ങി നടക്കുവാണോ? സാറേ, അതൊന്നും എന്റെ കുഴപ്പമില്ല. പിന്നെ ആരുടെ കുഴപ്പമാണോ? എന്താ അവിടെ സംഭവിച്ചത്?
അവർക്ക് എന്തുകൊണ്ടാ ഷോക്ക് ഏൽക്കാതിരുന്നത്? സാർ, അവിടുത്തെ അഖിൽ സാറിന് ഇടയ്ക്കെന്തോ ഒരു സംശയം തോന്നി. ആ സാറ് താഴെ വന്ന് ജനറേറ്റർ ശരിയാക്കി. അവൻ അതൊക്കെ ചെയ്യും. അപ്പൊ അതിനപ്പുറത്തെ പണി താൻ ചെയ്യണ്ടടോ. സാറ് അതിന് അന്നേരം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ. പിന്നെ എന്നാണോ അതിനൊക്കെയുള്ള സാഹചര്യം അനുകൂലമാവുക? എപ്പോ താൻ അവരെ കൊല്ലും? സാർ, ഞാൻ ഏറ്റ കാര്യം ഞാൻ ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, ഉറങ്ങുന്നില്ലേ? എന്താ അമ്മ ഉറങ്ങുന്നില്ലേ? ഞാൻ ഉറങ്ങാൻ പോവാ. അമ്മ ഉറങ്ങിയിട്ട് ഞാനും ഉറങ്ങാം. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് അത്ര എളുപ്പം ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ പ്രശ്നം എത്ര വലിയ പ്രശ്നമായിരുന്നു എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. പാചകത്തിൽ അമ്മയ്ക്ക് തെറ്റുപറ്റുക, മറ്റെന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ഇന്നെനിക്ക് മനസ്സിലായി, ഗുരുതരമായ എന്തോ കുഴപ്പത്തിൽ അമ്മ പെട്ടിരിക്കുക. എനക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് 1000 പ്രാവശ്യം പറഞ്ഞില്ല മോളെ. അമ്മേ, ഒരു കള്ള 1000 വട്ടം പറഞ്ഞാലും അത് സത്യാവില്ല. അമ്മേ, എന്താ അമ്മയുടെ ബുദ്ധിമുട്ട്? എന്താണെങ്കിലും പറ. അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്നോ? അമ്മയുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അമ്മ ആരോടും പറയുന്നില്ല. മനസ്സിലുള്ളത് ഷെയർ ചെയ്യാൻ അമ്മയ്ക്കൊരാളില്ല. അമ്മേ, ഞാനൊരു കാര്യം പറയാൻ പോവാ. അത് അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് എനിക്കറിയാൻ വയ്യ. എന്താ മോളെ? അച്ഛൻ മരിച്ചതിന്റെ ഒരു ഏകാന്തത അമ്മ വേട്ടയാടുന്നുണ്ട്. ആര് മരിച്ചെന്റെ? അച്ഛൻ, ബാലുവിന്റെ അച്ഛൻ മരിച്ചെന്റെ. ആ മരണത്തിന്റെ ഏകാന്തത അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നു. ഒരു ജീവിത പങ്കാളി കൂടെയുള്ളതിന്റെ ഒരു ബലവും ധൈര്യവും ഒന്ന് പ്രത്യേകമാണല്ലോ. അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ഒറ്റപ്പെട്ട് നിൽക്കുക. ഈ ഏകാന്തതയുടെ ഒരു മുഷിപ്പ് അമ്മയ്ക്കുണ്ട്. അത് മാറണം. അതിന് അമ്മ ഒരു മതി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മോള് പൊയ്ക്കോ. അമ്മ, ഞാൻ അമ്മയ്ക്കൊരു കല്യാണം ആലോചിക്കുന്നു അല്ലേ? കല്യാണപ്രായം ആവുമ്പോ ഞാൻ അറിയിക്കാം. എന്ത് ധൈര്യത്തിലാ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്? അല്ല, ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു ബാധ്യതയായോ? ആരുടെയും മുന്നിലും 5 പൈസക്ക് കൈനീട്ടി വരുന്ന നിങ്ങൾ പേടിക്കണ്ട. അമ്മ, ഭർത്താവ് ജീവിച്ചിരിക്കെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.